എബിയുടെ പറച്ചിൽ കേൾക്കെ പീറ്ററിന് നന്നായി വിറഞ്ഞു കയറി. താനല്ല, ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും അവളെ നിന്ന് പിരിക്കാൻ സാധിക്കില്ല. പീറ്റർ മുണ്ട് മടക്കി കുത്തി. പിന്നെ എനിക്കൊരുത്തൻ്റെ സമ്മതം വേണ്ട, ആ പോയവളുടെ അല്ലാതെ. എബി ഒരു കയ്യടി പാസാക്കി. അപ്പോൾ അച്ചായ, നിങ്ങൾക്ക് അവളോട് മുടിഞ്ഞ പ്രേമമാണല്ലേ? അത് എനിക്കിവിടെ വന്നപ്പോൾ മുതലറിയാം. അത് പുറത്തു വരാൻ വേണ്ടിയാണ് ഞാൻ അഞ്ജുവുമായി തൻ്റെ മുന്നിൽ നിന്ന് സംസാരിച്ചത്. അത് കണ്ടും കേട്ടും സഹിക്കാൻ വയ്യാതെയല്ലേ നിങ്ങൾ അവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരിഷ്ടം മനസ്സിൽ തന്നെ കുഴിച്ചു മൂടിയേനെ. അതും എനിക്കറിയാം. അപ്പോൾ പറഞ്ഞു വന്നത് എന്തെന്നാൽ പീറ്റർ അച്ചായ, സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാ, അല്ലാതെ മൂടി വയ്ക്കാനുള്ളതല്ല. നിങ്ങൾ വിചാരിക്കും പോലെ ഞങ്ങളുടെ ഇടയിൽ അങ്ങനെയൊന്നുമില്ല. അഞ്ജു എനിക്ക് പെങ്ങളെപ്പോലെയാണ്. അത് അവൾക്കും അറിയാം. എബിയുടെ ആ തുറന്നു പറച്ചിൽ പീറ്ററിന് ഒരു ചെറിയ നോവുണർത്തി. അവൻ എബിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. എബി, അത് സോറി എന്ന് പറഞ്ഞതും എബി പീറ്ററിനെ ഇറുകെ പുണർന്നു. പീറ്റർ തിരിച്ചു. അയ്യോ, എന്നെ കൊല്ലല്ലേ എന്ന് പറഞ്ഞതും രണ്ടുപേരും ഒരു ചിരിയോടെ അകന്നു നിന്നു. അപ്പോൾ അച്ചായ, എൻ്റെ കൊച്ചിൻ്റെ അടുത്ത് ഇത്തിരി മയത്തിലൊക്കെ മതി കേട്ടോ, എബി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എബി ആമിയെ വിളിച്ചു. ഇവിടെ വാ, കേൾക്കേണ്ട താമസം. ആമി എബിക്കരികിലായി വന്നു നിന്നു. അച്ചായ, ഇത് അമൃത, എൻ്റെ ആമി, എൻ്റെ സ്വന്തം പ്രോപ്പർട്ടിയാണ്. അത് കേട്ടതും ആമിയും പീറ്ററും പരസ്പരം നോക്കി ചിരിച്ചു. അപ്പോൾ ശരി എന്നും പറഞ്ഞ് എബിയും ആമിയുമായി അകത്തേക്ക് നടന്നു. പുറകെ പോകാൻ തുടങ്ങിയ അഞ്ജുവിൻ്റെ കയ്യിൽ പീറ്റർ കയറി പിടിച്ചു. അഞ്ജു പറഞ്ഞു, ഇച്ചായ വീട്, എനിക്ക് പോകണം. അത് കേട്ടതും പീറ്റർ വേണ്ട എന്ന് തല ചലിപ്പിച്ചു. അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കി നിന്നു. അവരുടെ പരസ്പരമുള്ള അകലം കുറഞ്ഞു വന്നു. ഒരു കാറ്റ് പോലും കിടക്കാത്ത പോലെ അവൻ അവളിലേക്ക് അമർന്നു. അഞ്ജുവിൽ നിന്നും പതിയെ ഇച്ചായ എന്നുള്ള വിളി പുറത്തേക്ക് വന്നതും പീറ്ററിൻ്റെ സകല നിയന്ത്രണങ്ങളും ചോർന്നു പോകുന്ന പോലെ. ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, കൊച്ചു പൊയ്ക്കോ എന്ന് പറഞ്ഞതും അഞ്ജു അവനെ ഇറുകെ പുണർന്നു. അപ്പോൾ ഞാൻ പോവുകയാണേ എന്ന് പറഞ്ഞതും പീറ്റർ അവളെ അവൻ്റെ കടക്കി പിടിച്ചു. അവളുടെ നെറ്റിയിലായി ഒരു ചുംബനം നൽകി അവളിൽ നിന്നും വിട്ടുനിന്നു. അഞ്ജു തിരിഞ്ഞു നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. ഇപ്പോൾ എബിയുടെ കൈയും പിടിച്ച് അകത്ത് കയറിയ ആമി കാണുന്ന ധ്രുവിൻ്റെ കാലിൽ തലയും വെച്ച് കണ്ണുകളടച്ചു കിടക്കുന്ന വൈഗയാണ്. അവൾ ഡോർ തള്ളി തുറന്ന് അകത്ത് കയറി. വൈഗ ഞെട്ടി കണ്ണു തുറന്നു. വൈഗ കാണുന്നത് തങ്ങളുടെ മുന്നിൽ നിന്ന് തങ്ങളെ തന്നെ കളിയാക്കി ചിരിക്കുന്നവരെയാണ്. വൈഗ, മോളെ, എൻ്റെ പ്രസൻറ്റേഷൻ. എബി വിത്ത് നിഷ്കു അത് ചോദിച്ചതും വൈഗ ലാപ്പ് അവൻ്റെ കയ്യിലായി കൊടുത്തു. എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എബി എന്ന് പറഞ്ഞതും ആമി വൈഗയോടായി പറഞ്ഞു, നീയാണ് ഇവനെ ചീത്തയാക്കുന്നത്. പിന്നീട് അവിടെ ഒരു ബഹളമായിരുന്നു. മത്തായിച്ചൻ ഫുഡ് കഴിക്കാൻ വിളിച്ചപ്പോഴാണ് എല്ലാവരും നാല് വഴിക്ക് പിരിഞ്ഞത്. മത്തായിച്ചൻ ഫുഡ് കഴിച്ചുകൊണ്ട് ഇരിക്കെ ആമിയോടായി പറഞ്ഞു, അന്നൊക്കെ മോള് വരുമ്പോൾ ഇവിടെ ഒരാളൂടെ ഉണ്ടായിരുന്നു, മോൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ. അയാൾ ഇന്നില്ല, എൻ്റെ മാധവേട്ടൻ. അത് കേട്ടതും എല്ലാവരും മൗനമായിരുന്നു. പക്ഷേ വൈഗയ്ക്ക് അതൊരു പുതിയ അറിവായിരുന്നു. മത്തായി തുടർന്നു, ഇപ്പോഴാ ഇതൊരു വീടായത്. ഇതുപോലെ കളിയും ചിരിയും തമാശയും ഒക്കെയായി വീടുണർന്നിരിക്കണം. എന്നാൽ വൈഗ ഇതൊന്നും ശ്രദ്ധിച്ചതേയില്ല. അവളുടെ ശ്രദ്ധ മുഴുവൻ മത്തായി പറഞ്ഞ വാക്കുകളിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു. മുന്നേ ഇവിടെ വരുമ്പോൾ എന്ന് പറഞ്ഞത് അവൾക്കപ്പോൾ എല്ലാം അറിയാമായിരുന്നു അല്ലേ? മാധവ് സാർ ധ്രുവിൻ്റെ അച്ഛനാണെന്ന്. അങ്ങനെയുള്ളതെല്ലാം ആമി അവളെന്തിനാ എന്നിൽ നിന്നും എല്ലാം മറച്ചു വെച്ചത്? അങ്ങനെ കഴിക്കുന്നുവെങ്കിലും വൈഗയുടെ മനസ്സ് ഇവിടെയല്ല എന്ന് ധ്രുവിന് തോന്നി. എല്ലാവരും പോയതും ധ്രുവ് വൈഗയുടെ അടുത്തായി വന്നു. അവളോടായി പറഞ്ഞു, ഐ വാണ്ട് ടോക്ക് ടു യു, കം വിത്ത് മീ. ധ്രുവ് വൈഗയുമായി വീടിന് പുറത്തേക്ക് ഇറങ്ങി. വൈഗയോടായി ചോദിച്ചു, എന്താ നിന്റെ മനസ്സിൽ? മത്തായിച്ചൻ പറഞ്ഞതാണോ? അതോ ആമിക്ക് എല്ലാം അറിവുള്ളത് കൊണ്ടാണോ? അതെ, ആമിക്ക് എല്ലാം അറിയാം. ഞാൻ പറഞ്ഞിട്ടാണ് ആമി നിന്നെ അച്ഛൻ്റെ മുന്നിൽ കൊണ്ടുചെന്നത്. അവൾക്ക് അത് മറച്ചു വെച്ചതിൽ ഒരുപാട് സങ്കടമുണ്ട്. പിന്നെ അച്ഛന് നമ്മുടെ കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നു. നമ്മുടെ മാരേജ് കാണാൻ ഒരുപാട് മോഹിച്ചത് അച്ഛനാണ്. വൈഗയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സോറി മോളെ, അപ്പോൾ അങ്ങനെ ചെയ്യാനാണ് തോന്നിയത്. എല്ലാം നിന്നോട് പറയാനിരുന്നതാ. വൈഗ അവൻ്റെ മുഖത്തേക്ക് പോലും നോക്കാതെ മറ്റെവിടെയോ ദൃഷ്ടി പതിപ്പിച്ചു. പിണക്കമാണോ എന്നോട്? അതും പറഞ്ഞ് അവൻ അവളുടെ തോളിലൂടെ കൈയിട്ട് അവളുമായി മുന്നിലേക്ക് നടന്നു. മോർണിംഗ് ജോഗിങ്ങിന് പോയിട്ട് വരികയാണ് ധ്രുവ്, എബി, പിന്നെ പീറ്ററും. ഗേറ്റ് കടന്നകത്ത് കയറിയതും മൂവരും കാണുന്നത് ഗാർഡനിൽ കാര്യം പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നവരെയാണ്. വൈഗയുടെ ചിരിയിൽ എല്ലാം മറന്നു നിൽക്കുകയാണ് ധ്രുവ്.
എന്നാൽ ആമിയുമായി കണ്ണുകൾ കൊണ്ട് അടിയുണ്ടാക്കുകയാണ് നമ്മുടെ എബി. പീറ്ററിനെ കണ്ടതും താഴേക്ക് നോക്കി നിൽക്കുകയാണ് അഞ്ജു. അവൾക്ക് ഇന്നലെ ഉണ്ടായ ഓരോ പ്രണയ നിമിഷങ്ങളും അവൻ്റെ ചുടുചുംബനവും എല്ലാം ഓർമ്മയിലേക്ക് വന്നതും മുഖം ചുവന്ന് കയറാൻ തുടങ്ങി. അവൾ പതിയെ പീറ്ററിനെ നോക്കിയതും അവിടെ ഒരു കുലുക്കവുമില്ലാതെ കൈ രണ്ടും നെഞ്ചത്ത് പിണച്ചു വെച്ച് അവളെ തന്നെ അങ്ങനെ കണ്ണടക്കാതെ നോക്കി നിൽക്കുകയാണ്. പീറ്ററിൻ്റെ നോട്ടം കണ്ടതും അഞ്ജുവിൽ ഒരു വിറയൽ പടർത്തി. അവൻ അവളോട് ഔട്ട് ഹൗസിലേക്ക് വരാൻ കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു. എല്ലാവരും ഫ്രഷാകാൻ പോയതും അഞ്ജു കിച്ചണിലേക്ക് നടന്നു. അവനുള്ള കോഫിയും എടുത്ത് പീറ്ററിൻ്റെ ഔട്ട് ഹൗസിലേക്ക് ചെല്ലവേ അവൻ അവൾക്കായി വാതിലിൽ തന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അഞ്ജു അകത്തേക്ക് കയറിയതും പീറ്റർ വാതിൽ ചാരി പിറകിലൂടെ അവളെ ഇറുകെ പുണർന്നു. ഇച്ഛായ വീട് മുഷിഞ്ഞു നിൽക്കുകയാ. അത് കേട്ടതും പീറ്റർ അവളെ വലിച്ച് അവനിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. അവളുടെ കഴുത്തിൽ മുഖമടുപ്പിച്ച് അവിടെ നാവിനാൽ ഒന്നൊഴിഞ്ഞു. അഞ്ജു പിടഞ്ഞു. അവളുടെ കൈകൾ അവൻ്റെ മുടിയിൽ കോർത്തു വലിച്ചു. അവൻ്റെ മുഖം മുകളിലേക്ക് ചലിക്കാൻ തുടങ്ങിയതും അഞ്ജുവിൻ്റെ നഖം അവൻ്റെ മുതുകിൽ ചെറുനോവ് തീർത്തു. അവൾ അവനെ തള്ളിമാറ്റി ഒരു ചിരിയോടെ പുറത്തേക്കോടി. ഇപ്പോൾ ഓഫീസിൽ പോകാൻ റെഡിയാവുകയാണ് ആമി, എബി, ധ്രുവ് ആൻഡ് വൈഗ. ധ്രുവ് ഡ്രൈവിംഗ് സീറ്റിൽ കയറിയതും കോ ഡ്രൈവിംഗ് സീറ്റിൽ എബിയും ബാക്കിലായി ആമിയും വൈഗയും കയറി. എല്ലാവരും കയറി കഴിഞ്ഞതും ധ്രുവ് കാർ സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴാണ് വൈഗയുടെ ഫോണിലേക്ക് കോൾ വരുന്നത്. അത് രാമനായിരുന്നു. വൈഗ കോൾ അറ്റൻഡ് ചെയ്തു. ചെവിയിലേക്ക് വെച്ചു. ആ പറ അമ്മാവ. ആണോ, ഞാൻ വരാം. അത് കേട്ടതും കാറിൻ്റെ മിററിൽ കൂടി ധ്രുവ് വൈഗയെ കത്തുന്നൊരു നോട്ടം നോക്കി. അവൾ അവനെ നിഷ്കളങ്കമായി ഒന്ന് നോക്കിയതും പിന്നെ ധ്രുവ് അവളുടെ മുഖത്തേക്ക് നോക്കിയതേ ഇല്ല. എല്ലാ ദേഷ്യവും ഡ്രൈവിങ്ങിലാണ് അവൻ കാണിച്ചത്. എബി വൈഗയെയും ധ്രുവിനെയും മാറി മാറി നോക്കി. ഓഫീസിന് മുന്നിൽ അവരെ മൂന്നുപേരെയും ഇറക്കി. ഒന്നും മിണ്ടാതെ ധ്രുവ് കാറും എടുത്തു പോയി. അത് വൈഗയെ നന്നേ വിഷമത്തിലാഴ്ത്തി.